നമസ്കാരം. സിനിമ സമൂസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാമുഖം ഈ ചാനലിനെ കുറിച്ച് പറയണമെന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ഒരു കേരള സ്റ്റോറിയാണ് ഈ സിനിമയിൽ. ആദ്യ കേരള സ്റ്റോറിയിൽ നായകൻ മുസൽമാനായിരുന്നുവെങ്കിൽ ഈ സിനിമയിലെ നായകൻ ഹിന്ദു ആണെന്നതാണ് അതിൻ്റെ മാറ്റം. എന്നിരുന്നാലും ലവ് ജിഹാദി പോലൊരു തീവ്രതയിലേക്ക് ഈ സിനിമ പോകുന്നില്ല എന്നുള്ളത് സിനിമയുടെ അവസാനത്ത് അതിൻ്റെ അണിയറ പ്രവർത്തകർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശ്യാം മംഗലത്ത്, റിജിൻ ആർജെ, ഹരിനാരായണൻ എന്നിവരുടെ രചനയിൽ പ്രശാന്ത് മോഹൻ സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ, സിതാര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ആലപിച്ച ഹൃദ്യമായ ഗാനങ്ങളോടുകൂടി ഫൈസൽ ഖാലിദ് അതിവിദഗ്ധമായി ക്യാമറയിലൂടെ പകർത്തി ഫൈസലിന്റെ തന്നെ എഡിറ്റിങ്ങിലൂടെ ചേർത്ത് വെച്ച് നന്ദുണി എന്ന മനോഹര ചിത്രത്തിന് ശേഷം ഹരിനാരായണന്റെ സംവിധാന മികവിൽ ജൂലൈ 3 പുറത്തിറങ്ങിയ സിനിമയാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയെ തിരിഞ്ഞു നോക്കി. മമ്മൂക്കയെ പോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ ലാലേട്ടനോടൊപ്പം 1980കളിൽ ഒരുപക്ഷെ ലാലേട്ടനേക്കാൾ ഒരുപടി മുകളിൽ നിന്നുകൊണ്ട് അന്നത്തെ റൊമാൻറ്റിക് ഹീറോയായി വിലസിയിരുന്ന ശങ്കർ എന്ന ആ അനുഗ്രഹീത നടൻ ഈ ഒരു കൊച്ചു സിനിമയോടൊപ്പം പ്രവർത്തിക്കുന്നത് ആ സിനിമയുടെ വിജയ ഘടകമാണെന്ന് തന്നെ പറയാം. ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. എന്തുകൊണ്ട് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് എന്ന് പ്രേക്ഷകൻ ചിന്തിക്കാം. ഇവിടെയാണ് ആദിത്യൻ എന്ന ഹിന്ദു യുവാവിന്റെയും നസ്രിയ എന്ന മുസ്ലിം യുവതിയുടെയും പ്രണയത്തെ കാണേണ്ടത്. ഒരു ഹിന്ദു മുസ്ലിം പ്രണയത്തിൽ ഉണ്ടായേക്കാവുന്ന മതപരമായ ആഘാതങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി നായികയുടെ പേരിനൊപ്പം ക്ലാ ക്ലാ ക്ലീ ക്ലീ എന്ന ലാളിത്യ വാചകം ചേർത്ത് കഥയെ മൊത്തത്തിൽ നായികയുടെ കൗമാര ചാബല്യമായി കണ്ടാൽ മതിയെന്ന കഥാകാരന്റെ ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പേര് എന്ന് മനസ്സിലാക്കാം. നാട്ടിലെ സാധാരണക്കാരായ ഒരു കൂട്ടം യുവതി യുവാക്കളുടെ സിനിമാ മോഹ സബലീകരണത്തിനായി വിളിച്ചു ചേർക്കുന്ന ഒരു റിഹേഴ്സൽ ക്യാമ്പിലൂടെയാണ് ആദിത്യന്റെയും നസ്രിയയുടെയും പ്രണയം കടന്നു പോകുന്നത്. നായകനും നായികയും ഈ ക്യാമ്പിലെത്തുന്നത് സിനിമാ മോഹം കൊണ്ടല്ല. വീട്ടിൽ കല്യാണാലോചന നടക്കുന്നതറിഞ്ഞ നായകന്റെ സുഹൃത്തായ ഒരു ക്രിസ്ത്യൻ യുവാവിന്റെ സഹായത്തോടെ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഒളിസങ്കേതം എന്ന നിലയിലാണ് ക്യാമ്പിലെത്തുന്നത്. മറ്റൊരു വഴിയിലൂടെ നായകനും അവിടെ എത്തുന്നു. സിനിമ തുടങ്ങി ഏതാനും നിമിഷങ്ങൾ ഒരു ഷോർട്ട് ഫിലിം കാണുന്ന പ്രതീതി പ്രേക്ഷകന് തോന്നിക്കാം. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ വരുന്ന ഒരു ഗാനരംഗം തുടർന്ന് അങ്ങോട്ട് പ്രേക്ഷകനെ സിനിമയിലേക്ക് കൈപിടിച്ച് മാറും. ക്യാമ്പിലെ പരിശീലനത്തിന്റെ ഭാഗമായി സിനിമയിൽ അഭിനയിക്കാനെത്തിയവരോടൊപ്പം ഒരു റൗണ്ട് പോലും തികച്ചോടാൻ കഴിയാതെ ഇറച്ചുകൊണ്ട് ഒരു സൈഡിലിരുന്ന് എനിക്ക് വയ്യ, ഇനി നിങ്ങൾ ഓടിക്കോ എന്ന് പരിശീലകന്റെ വേഷം ചെയ്യുന്ന ശങ്കറിന്റെ മാർട്ടിൻ എന്ന കഥാപാത്രം പറയുമ്പോൾ സിനിമാ കരിയറിൽ എവിടെയും എത്താൻ കഴിയാതെ പാതിയിൽ കിതച്ചു നിന്നുപോയ ശങ്കർ എന്ന നടന്റെ സമകാലിക അവസ്ഥയാണ് ഈ രംഗത്തിലൂടെ സംവിധായകൻ വരച്ചിടുന്നത്. വിവാഹാവശ്യവുമായി ചെല്ലുന്ന കൂട്ടുകാരോട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ആദിത്യന്റെയും നസ്രിയുടെയും വിവാഹം രജിസ്ട്രാർ നിഷേധിക്കുന്നു. രജിസ്ട്രാറുടെ മറുപടി കേട്ട കൂട്ടുകാരിലൊരാൾ, സിനിമയിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ചെന്ന ഉടൻ നടത്തി കൊടുക്കുമല്ലോ, സിനിമയിൽ അങ്ങനെ പലതും കാണിക്കും, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന രജിസ്ട്രാറുടെ മറുപടിയിലൂടെ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി സിനിമ അവസാനിപ്പിക്കുന്നു സംവിധായകൻ. സിനിമ അവസാനിച്ചെടുത്ത് തെളിഞ്ഞു വരുന്നൊരു രംഗം പ്രേക്ഷകന്റെ വിധിക്കായി സംവിധായകൻ വിട്ടുകൊടുക്കുന്നു. ദേവീസ് വില്ല എന്ന വലിയൊരു ബംഗ്ലാവിൽ നടക്കുന്ന റിഹേഴ്സൽ സിനിമയാവുന്നു. ആദിത്യൻ നസ്രിയ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നു. കാത്തിരുന്ന് കാണണം.